ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അസീന ജവാർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിദായാസ് ഹോം ഗാർഡൻ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം നല്ല മഴയൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണ്, നല്ല ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല. ഞാനിങ്ങനെ 1, 2, 3 നണി ബാസാക്കോട്ടയൊക്കെ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ. ലീഫി പ്ലാന്റ്സ് അല്ലേ, 6 മാസത്തിൽ ഒരിക്കൽ ഇട്ടാലും മതി. അപ്പം ഇനിയിപ്പോൾ ഇടുന്ന സമയമായിട്ടുണ്ട്, അത് ഇടണം. പിന്നെ ചെടികളുടെ ഭംഗിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ നമ്മുടെ ചെടികളൊക്കെ കണ്ടിട്ട്. ഞാനെപ്പോഴും ഇൻസ്റ്റഗ്രാമിലുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. എന്നും ഡെയിലി 1 2 വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ യൂട്യൂബിലാവുമ്പോഴത്തേന് കുറച്ച് മെനക്കെട്ട പരിപാടി ആയതുകൊണ്ടാണ് പലപ്പോഴും മടി കാണിക്കുന്നത്. ഇവിടെ ഒരാൾ എൻ്റെ ഈറയ്ക്കകത്തുനിന്ന് കമ്പടിച്ച് മാറ്റാൻ നോക്കുവാണ്. ഇത് കണ്ടോ, ഈറയൊക്കെ നട്ടുപിടിപ്പിച്ച് എങ്ങനെയുള്ള പ്രയോജനമുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു തോട്ടയുടെയൊക്കെ യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് വിളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. കണ്ടോ, വിളയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതല്ലേക്കാ. അല്ല, അത് ഇങ്ങനെ മുറിച്ചതിൻ്റെ കംപ്ലൈൻ്റ് അല്ലേ. എന്തോ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ ബസ്സേക്ക് ലീഫ് വരുന്ന സമയത്ത് പൊക്കി എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പം ആ ഫോണും കട്ട് ചെയ്യാമോ. അപ്പം ഇങ്ങനെ പുതിയ ലീഫ് വരുമ്പോഴത്തേന് ഞാൻ എപ്പോഴും എല്ലാ ലീഫ് വരുമ്പോഴും എനിക്ക് അത് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അത് ഇരിക്കുന്നിടത്ത് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്പിൻ്റെ കൊളിയങ്ങനെ കയറിക്കൊള്ളും. മിക്കവാറും ഒക്കെ എൻ്റെ ലീഫുകൾക്ക് ഇങ്ങനെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ബെസ്സയുടെ ലീഫിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, എനിക്ക് രസമാണ് കേട്ടോ. ബെസ്സ ഹാഫ് നല്ല രസമാണ്. ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു സൈനസ് പോർഷൻ്റെ ഒരു ഷേപ്പും ലീഫിൻ്റെ ഡാർക്ക്നെസ്സും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ന്യൂ ലീഫ് വരുന്ന സമയത്ത് ഈ ഒരു ബ്രൗൺ കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വെക്കാം എന്നൊക്കെ പറഞ്ഞു. കാരണം അതിൻ്റെ ലീഫ് ഒരെണ്ണം തെക്കോട്ടും വടക്കോട്ടും ഒക്കെ കിടക്കുന്നത്. പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഇപ്പം സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലെ പ്ലാന്റാണേ. പുതിയ ലീഫൊക്കെ ഇങ്ങനെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി ഇത് പോർട്ടേ എന്ന് പറയുന്ന ഒരു അലോക്കേഷ്യയാണ്. അത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയാണ്. റിസോർട്ടുകളിലൊക്കെയാണ് കൂടുതലും ബുക്കിംഗ് വരുന്ന വലിയ വലിയ പ്ലാന്റുകൾ. പിന്നെ ഹൗസ് വാമിങ് ചെയ്യുന്ന പുതിയ വീടുകളുടെ ഫ്രണ്ട് എൻട്രൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഓർഡർ വരാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ അലോക്കേഷ്യ മൈക്രോറീസ. അപ്പം പിന്നെ നമുക്ക് സെയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആന്തൂറിയം കൂടി കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു കാണും, ഇതാണ്. അപ്പം നമുക്കിത് റീപോർട്ട് ചെയ്യാറായിരിക്കുവാണ്. റീപോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പുള്ളിക്കുത്തൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും പ്ലാന്റ് റീപോർട്ടിങ് ടൈം ആവുമ്പോഴത്തേനും അത് കാണിക്കുന്ന ഒരു സിഗ്നലാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്തോണം, അല്ലെങ്കിൽ അതിനിങ്ങനെ വളക്കുറവൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു പ്ലാന്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ടുള്ളത്. 8921939101 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടുള്ളത്. ഇനി മറ്റൊരു ആന്തൂറിയം കൂടി മറ്റൊരു ആന്തൂറിയം വരുന്നത് നമ്മുടെ ലക്ഷൂറിയൻസ് ആണ്. ലക്ഷൂറിയൻസിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ടോ. ഇത് ഭയങ്കര രസമുള്ളൊരു പ്ലാന്റാണ് ലക്ഷൂറിയൻസ്. അതിനകത്ത് ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പം ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ബെസ്സയുടെ സൈസ് വരുന്ന ഈ ഒരു സൈസായിരിക്കും. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഗ്ലോറിയോസം സീബ്രയാണ്. ഗ്ലോറിയോസം സീബ്രയുടെ ബ്യൂട്ടി എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നോർമൽ ഗ്ലോറിയോസാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ നോർമൽ ഗ്ലോറിയോസം വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോറിയോസം സീബ്രയുടെ ഭംഗി, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കും. പലരും പറയും ഗ്ലോറിയോസം സീബ്രയും തമ്മിൽ ഒരുപോലൊക്കെയാണ് തോന്നാറുള്ളതെന്ന് പറയും. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. കാരണം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും പോലുള്ളൊരു ഡിഫറൻസാണ് ഗ്ലോറിയോസം സീബ്രയും ഗ്ലോറിയോസത്തിനും നമുക്കത് അനുഭവപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അടുത്തിരിക്കുന്ന ഒരു പ്ലാന്റിന് നോക്കുവാണെങ്കിൽ അറിയാം. ഇതിൻ്റെ ഒരു ന്യൂ ലീഫ് വന്നതാണിത്. ഇത് കുറച്ച് മെച്ചർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇതുപോലാവും. കുറച്ചൊന്ന് മങ്ങി ഇതിൻ്റെ ഈ ഒരു സിൽവറൊക്കെ അങ്ങ് ഡൗൺ ആയി. ലീഫിൻ്റെ ആ ഒരു ഇപ്പം ഗ്ലോറിയോസം സീബ്രയെ സംബന്ധിച്ചിടത്തോളം മെച്ചർ ലീഫ് ആകുമ്പോഴത്തേന് വീണ്ടും കൂടുതൽ ഭംഗിയാവത്തേ ഉള്ളൂ. ന്യൂ ലീഫ് ഭയങ്കര ടോർച്ച് അടിച്ചതുപോലെ ഇരിക്കും. പിന്നെ വരുന്ന ആ ഒരു മെച്ചർ ലീഫ് ആകുമ്പോഴത്തേന് നല്ല ഡാർക്ക് കളറാകും. അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇതാണ് ഗ്ലോറിയോസം മെച്ചർ ലീഫ്. ഓക്കെ,
ഇത് വന്നിട്ട് ഗ്ലോറിയോസം സീബ്ര. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്തോനേഷ്യൻ പ്ലാന്റാണ്, എക്സോട്ടിക് വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്, റേറ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 3 പേരുമായിട്ട് ഭയങ്കര സാമ്യമുള്ള മറ്റൊരു ഫിലോഡൻഡ്രോണാണ് ഗ്ലോറിയോസ്. ഇതാണ് ഗ്ലോറിയോസ്. ഇത് വന്നിട്ട് ഒരു ക്രീപ്പറല്ല, ക്ലൈംബറാണ്. പക്ഷേ ഗ്ലോറിയോസ് സീബ്ര എന്ന് പറയുന്നത് ഒരു ക്രീപ്പറാണ്. അതായത് ഒരു ചട്ടിയുടെ ചുറ്റിനും ഇങ്ങനെ വളർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ, വളർന്ന് മുകളിലേക്ക് പൊങ്ങത്തില്ല. മനസ്സിലായില്ല? അപ്പം ഇത് ക്ലൈംബറാണ്. ഗ്ലോറിയോസ് എന്ന് പറയുന്നത് ക്ലൈംബറാണ്. ഗ്ലോറിയോസിൻ്റെ കൂടെ ഒരു എമ്മും കൂടെ വരുമ്പം ഗ്ലോറിയോസം. സീബ്ര എന്ന് പറയുന്നത് ഒരു ക്രീപ്പറുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ ഫിഷ് ടെയിൽ ഫേണാണ്. എന്താണ് ഇതിന് ഫിഷ് ടെയിൽ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീഫിൻ്റെ ഈ ഒരു തുമ്പ് നോക്കുവാണെങ്കിൽ ഫിഷിൻ്റെ ടെയിൽ പോലെ ഇരിക്കും. കണ്ടില്ലേ ഫിഷിൻ്റെ ടെയിൽ പോലെ ഇരിക്കും, കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫിഷ് ടെയിൽ ഫേൺ എന്ന് ഇതിന് പേര് വന്നത്. നല്ല രസമുള്ള പ്ലാന്റാണ്. ഇതൊരു മദർ പ്ലാന്റ് കൂടിയാണ്. ഗ്ലോറിയോസം സീബ്രയുടെ ആ ഒരു പ്ലാന്റ് സൈസ് വരുന്ന ഈ ഒരു സൈസിലെ പ്ലാന്റാണ്. കണ്ടില്ലേ, ഈ ഒരു 4 ലീഫ് വരുന്ന പ്ലാന്റ് സൈസാണ്. അപ്പോൾ നമ്മൾ വലിയ പ്ലാന്റുകളൊക്കെ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറിയ ആ ഒരു എന്താ പറയുക, റീസണബിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് സൈസാണിത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണിത് കെട്ടി വയ്ക്കുന്നത്. ദേ സ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ലീഫും ഓരോ സ്റ്റിക്കിനകത്തേക്ക് കെട്ടാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു സ്റ്റിക്കിനകത്ത് കെട്ടിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ചെറിയ ചട്ടി ആയതുകൊണ്ടായിരിക്കാം ലീഫുകൾ വളർന്നിട്ട് അതങ്ങ് പല സ്ഥലങ്ങളിലേക്ക് ചാഞ്ഞു പോവുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കെട്ടുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ഹോമിലിരിക്കുന്ന ചെടിയൊക്കെ പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ. ശരിക്കും ഈ ഒരു കാക്ടസ് ഞാൻ ഒരു ചെറിയ പീസ് വെച്ചതാണ് കേട്ടോ. ഈ ഒരു പീസ് വെച്ചാണ്, അതിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണിത്. നല്ല ഭംഗിയാണിത് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസാണ്. ഈ ഒരു സീബ്രയുടെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. അതോടൊപ്പം ഇത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം ഇത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വിശേഷവുമായി, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.